ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ്റ്ററിനെ പറ്റിയാണ്. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ ആളുകളുടെയും മനസ്സിൽ വരുന്നത്, പ്രത്യേകിച്ച് വെളിരാജ്യങ്ങളിലുള്ളവരുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെ ഒരു ബണ്ണിയും കുറേ എഗ്സും ഒക്കെയാണ്. ആക്ച്വലി ഇവിടെ കുറേ എഗ്ഗ് ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴേക്കും അതെല്ലാം തീർന്നു. അപ്പോൾ ഇങ്ങനെ കുറേ മുയലുകൾ ഷോപ്പിംഗ് സെൻറ്ററിൽ ഇരിക്കുന്ന കാണാം. അതിൻ്റെ കൂടെ കുറേ മുട്ടകളും ഇരിക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ഈസ്റ്ററും ഈ ബണ്ണികളും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നുള്ളത്. എന്താണ് ആക്ച്വലി ഈസ്റ്റർ? ഈസ്റ്റർ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി കുരിശിൽ യാഗമായി തീർന്നതിൻ്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മയാണ് ദ റിസറക്ഷൻ സൺഡേ. അതാണ് യഥാർത്ഥത്തിലെ ഉയർപ്പ് പെരുന്നാൾ. അതിന് ഈ ബണ്ണിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. യേശുക്രിസ്തു ഒരു കുഞ്ഞാടായിട്ടാണ് ബൈബിളിൽ കാണിക്കുന്നത്. ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതും ഈ ബണ്ണിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഈസ്റ്ററിൻ്റെ കൂടെ ഈ ബണ്ണി വന്നു കയറുന്നു? ഇപ്പോൾ ക്രിസ്മസിന് സാന്റ എന്നൊക്കെ പറയുന്ന പോലെ വന്നതായിരിക്കാം. എന്താണെങ്കിലും ബണ്ണിയുടെ സ്റ്റോറികൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കി ഇഷ്ടമാതിരി അറിയാൻ പറ്റും. അത് ഒരു റീപ്രൊഡക്ഷനുമായിട്ട് ഒരു ഏഷ്യൻ പേഗൻ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് വന്നതാണ്. അത് റീപ്രൊഡക്ഷന് വേണ്ടി അവർ ആരാധിക്കുന്ന ഏതൊരു ദേവൻ്റെ സംഭവമായിട്ടാണ് ഇതിനെ വരുന്നത്. ഇൻ റിയാലിറ്റിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബണ്ണീസ് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അവർ എഗ്ഗൊന്നും ഇട്ടിട്ടല്ല കുഞ്ഞുങ്ങളുണ്ടാവണത്. പക്ഷേ വർധനവിന് വേണ്ടി ഒക്കെ അവർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ് ഇത് വന്നത്. അതായത് റാബിറ്റ് മുട്ടയിടുന്നു എന്നുള്ളതൊക്കെ. പിന്നെ വേറൊരു സ്റ്റോറി കേൾക്കുന്നത്, ഈ എഗ്ഗുണ്ട്, ഇതിൻ്റെ റാബിറ്റ് ഇടുന്ന എഗ്ഗായിട്ടാണ് കാണിക്കുന്നത്. ആ എഗ്ഗ് എന്ന് പറഞ്ഞാൽ വലിയ ചോക്ലേറ്റ് എഗ്ഗ് ആണെങ്കിൽ അത് നമുക്ക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ആ എം ടി കേവ് എന്ന് പറയുന്നത് ജീസസിൻ്റെ എം ടി ടോംബിനെ കാണിക്കുന്നു. അങ്ങനെ ഒരു, അതൊക്കെ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണെന്ന് അറിയത്തില്ല, അങ്ങനെയും വിശ്വാസമുണ്ട്. എന്താണെങ്കിലും കുട്ടികൾക്കൊക്കെ ഈ ചോക്ലേറ്റ് തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ഈസ്റ്റർ ബണ്ണീനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാവർക്കും ഈ ഈസ്റ്റർ എന്ന പേര് പോലും സത്യത്തിൽ ഈ ബണ്ണിയിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. എസ്റ്റീരിയോ എന്ന് പറയുന്ന ഈ ബണ്ണിയുടെ ആ ഒരു പേരിനെ നിന്ന് വന്നതാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അപ്പോൾ ഹാപ്പി റിസറക്ഷൻ സൺഡേ.